കർത്താവായ യേശുനാഥന് സ്വയം സമർപ്പിതരായിരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. യൗസേപ്പിതാവും മാതാവും ഉണ്ണിയായ യേശുനാഥനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് തിരുസഭ കർത്താവിൻ്റെ സമർപ്പണ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. കണ്ടുമുട്ടലിൻ്റെ തിരുനാൾ എന്നുകൂടി ഈ തിരുനാൾ അറിയപ്പെടുന്നു. ഒന്നാമതായി സമർപ്പണമാണ്. യേശു തൻ്റെ ജനത്തെ കാണാൻ പോകുന്നു എന്ന് ആരാധനക്രമ തുടക്കത്തിൽ നാം കേൾക്കും. മറിയവും യൗസേപ്പിതാവും യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ യേശുവും അവൻ്റെ ജനവും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ് അവിടെ നടക്കുന്നത്. അതിന് പ്രതിനിധാനമായി നിൽക്കുന്നത് പുരോഹിതനായ ശിമയോനും താപസയായ അന്നയുമാണ്. യേശുവും അവൻ്റെ ജനവും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടലാണ് ഇത്. പൗരോഹിത്യത്തിൻ്റെയും താപസത്തിൻ്റെയും മധ്യേ കർത്താവ് ദേവാലയത്തിൽ തന്നെ വെളിവാക്കുന്നു. ഒരർത്ഥത്തിൽ മുതിർന്നവരും യുവജനങ്ങളും തമ്മിലുള്ള ഒരു സാന്നിധ്യമാണ് ശിമയോൻ്റെയും അന്നയുടെയും യുവാക്കളായ യോസഫിൻ്റെയും മറിയത്തിൻ്റെയും സാന്നിധ്യവും അവിടെ. അങ്ങനെയെങ്കിൽ സഭയാകുന്ന എല്ലാ തലമുറകളുടെയും മധ്യേ ക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ മാതാപിതാക്കൾ എടുത്തുകൊണ്ട് വരുന്നത്. സമർപ്പണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നിയമം അനുശാസിക്കുന്നത് പോലെ യൗസേപ്പിതാവും മാതാവും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. സഭയുടെ അനുശാസനങ്ങളിലൂടെയാണ് നീ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നത്, ക്രിസ്തു നിനക്കായി സഭയിലൂടെ പുനഃസമർപ്പിക്കപ്പെടുന്നത് എന്ന്. 119-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ഞാൻ പ്രസാദിക്കുന്നു, എന്തെന്നാൽ നിന്റെ നിയമം എൻ്റെ ആനന്ദമാണ്. ക്രിസ്തുവിൻ്റെ സമർപ്പണ തിരുനാളിൽ നമുക്കുണ്ടാകേണ്ട വികാരം ഈ ആനന്ദമാണ്. ദൈവ നിയമത്തിലൂടെ നാം ജീവിക്കുന്നതിൻ്റെ, സമർപ്പിക്കപ്പെടുന്നതിൻ്റെ, ദൈവം നമുക്കായി തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ആനന്ദം. 2, ദേവാലയമാണ്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കണ്ടുമുട്ടലിൻ്റെ ഇടമായ ദേവാലയമാണ് സമർപ്പണത്തിൻ്റെ ഇടമായി നിന്റെ ജീവിതത്തിൽ രൂപപ്പെടേണ്ടത്. ദൈവപുത്രനായ യേശു പിതാവായ ദൈവത്തിൻ്റെ, തൻ്റെ പിതാവിൻ്റെ ആലയത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സമ്പൂർണതയാണ് സമർപ്പണ തിരുനാളിൽ ദേവാലയമെന്ന സത്യം. ഒരർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സമർപ്പണത്തിലൂടെ ആ ദേവാലയം സമ്പൂർണ്ണ ദേവാലയമായി രൂപാന്തരപ്പെടുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുനാഥൻ തൻ്റെ മാതാപിതാക്കളോട് കൂടെ പോകാതെ ആ ദേവാലയത്തിൽ തന്നെ വസിച്ചു എന്ന് വചനം പറയുന്നത്. സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ആഴം ദേവാലയത്തിൽ തന്നെ, ദൈവം വസിക്കുന്നിടങ്ങളിൽ തന്നെ വസിക്കുവാനുള്ള എൻ്റെ അടങ്ങാത്ത ദാഹമാണ്, ആഗ്രഹമാണ്. 3, സമർപ്പിത ജീവിതം. യേശുവിശ്വാസത്തിൽ ജീവിക്കുന്ന ഏവരും ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നാം യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ഇതാണ് സമർപ്പണത്തിൻ്റെ പാത. അവിടെ നമുക്ക് ദൈവത്തെ കാണുവാനും തിരിച്ചറിയുവാനും സ്വാഗതം ചെയ്യുവാനും ആശ്ലേഷിക്കുവാനും സാധിക്കുന്നു. നാം രൂപപ്പെട്ടിരിക്കുന്നത് ദാനമായി നമുക്ക് ലഭിച്ച വിശ്വാസത്തിലൂടെയാണ്. ആ ദാനമായ വിശ്വാസത്തോടുള്ള കടപ്പാടും ആത്മാർത്ഥതയും സമർപ്പണത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിൻ്റെ മധുരമുള്ള ജീവിതം ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ കൂദാശ ജീവിതം ഒക്കെ തന്നെയും. കൂദാശയിലൂടെ വിശ്വാസ ജീവിതം ജീവിക്കുന്ന എല്ലാ കത്തോലിക്കരും, എല്ലാ ക്രൈസ്തവരും ഈ സമർപ്പിത ജീവിതത്തിലൂടെ പുനഃസമർപ്പണ ആത്മീയത ജീവിക്കുന്നവരാണ്. പുണ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്, ആ പുരാതന ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കർത്താവായ യേശുനാഥൻ ആകുന്ന പുതിയ ദേവാലയം കടന്നു വന്നു എന്ന്. ഇതാണ് സമർപ്പണ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സമ്പൂർണത.
ഓരോ സമയവും നാം ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുതു ചൈതന്യം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ദേവാലയാനുഭവം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ കൂദാശയാകുന്ന കുടുംബജീവിതം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ആത്മീയതയുടെ ആവർത്തന വിരസതയല്ല, ഓരോ ദിനവുമുള്ള നവീനതയാണ് ഈ സമർപ്പണ തിരുനാൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിനമുള്ള ആത്മീയ നവീകരണത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വലിയ ശക്തിയായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏറ്റെടുക്കാൻ നീ വൈകരുതേ, യേശുവേ എൻ്റെ പ്രാർത്ഥനകൾ. ഏറ്റെടുക്കാൻ നീ വൈകരുതേ, യേശുവേ എൻ്റെ പ്രാർത്ഥനകൾ. എന്നും എന്നും ചാരി വന്നും ചൊല്ലിടും നിന്റെ വേദനകൾ. ആരും കേട്ടിടാത്ത ഉള്ളിനുള്ളിലെ പ്രാർത്ഥനകൾ. ഏറ്റെടുക്കാൻ നീ വൈകരുതേ, യേശുവേ എൻ്റെ പ്രാർത്ഥനകൾ. ചൊല്ലി ഞാൻ എങ്കിലും നിന്നിഷ്ടം കാത്തിരുന്നു. ഏറ്റെടുക്കാൻ നീ വൈകരുതേ, യേശുവേ എൻ്റെ പ്രാർത്ഥനകൾ. സ്പർശത്താൽ പാവനമാകുവാൻ കാത്തിരിക്കുന്നൊരു മൺതരി ഞാൻ. ഏറ്റെടുക്കാൻ നീ
പ്രാർത്ഥനകൾ എന്നും എന്നും ചാരി വന്നും ചൊല്ലിടും നിന്റെ വേദനകൾ ആരും കേട്ടിടാത്തെന്നുള്ളിനുള്ളിലെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കാം.